ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്കോ പൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ കുക്കീസും കാണിക്കുന്നുണ്ട്. ഇത് കുക്കീസ് ചെയ്യാതെ ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കുക്കീസും കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പോലെ തന്നെ ചോക്കോ പൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിലേക്ക് 1/2 കപ്പ് ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ യൂസ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ക്രീമി ആയിട്ട് വരണം. സ്പൂണിന് പകരം ഫോർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നനവുള്ള ഒരു മാവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇനി പാലൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഒരു 5 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ട് പിന്നീട് ഓരോ ടേബിൾ സ്പൂൺ വീതം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ പാലെടുക്കുമ്പോൾ തണുപ്പില്ലാതെ വേണം എടുക്കാനായിട്ട്. നമ്മൾ സാധാരണ കുക്കീസ് ഉണ്ടാക്കുന്നതിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കീസാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയിട്ടുള്ള മാവ് വേണ്ട. കുറച്ച് നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ എടുത്തിട്ടൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ രീതിയിൽ വേണം ഇതിൻ്റെ ഈ ബാറ്റർ വേണ്ടത്. ഇതേപോലെയാണ് വേണ്ടത്. അപ്പം പാലൊക്കെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമുക്കിത് പൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ഷേപ്പൊന്നും വേണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് റൗണ്ടിലെടുത്താൽ മതി. അപ്പോൾ ഇത് ഓവനിലും കാണിക്കുന്നുണ്ട്, ഓവൻ ഇല്ലാതെയും കാണിക്കുന്നുണ്ട്. ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഗ്യാപ്പ് ഇല്ലാതെ വേണം പൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ താഴെ എയർ കുടുങ്ങിയിട്ട് ഒരു കറക്റ്റ് ചെറുതായിട്ട് ഹോള് വീണിട്ടുണ്ടാവും. അതുകൊണ്ട് ഗ്യാപ്പ് ഇല്ലാതെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്കോ പൈ ആണിത്. ഇത് ഞാൻ പൈപ്പ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്നും ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ഒന്ന് അടുത്തടുത്തായിട്ടാണ് ഓരോ റൗണ്ടിലും പൈപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്ര ഗ്യാപ്പൊന്നും വന്നിട്ടില്ല.
ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് പാത്രം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് അടച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 3:1 റേഷ്യോയിൽ വേണം എടുക്കാനായിട്ട്. നല്ല തിക്കായിട്ട് വേണം ഒരു ചോക്ലേറ്റ് ഗനാഷ്. നമ്മൾ സാധാരണ കേക്കിലേക്കൊക്കെ ഡ്രിപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല, കുറച്ച് തിക്കായിട്ട് വേണം. ഇതേപോലെ വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്തിട്ടുള്ള കുക്കീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എന്നാൽ ഒരുപാട് അങ്ങ് ക്രിസ്പി ആകത്തതുമില്ല. ഓവനിൽ ചെയ്തതും നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഞാൻ ഇളക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് ആ താഴെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. ഇനി ചൂട് പൊക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ വരും. ഓവൻ ഇല്ലാതെ ചെയ്തപ്പോൾ അതിൻ്റെ താഴ്ഭാഗം കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മളത് മൊത്തത്തിൽ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാണാനും നല്ല ഭംഗി തന്നെ ഉണ്ടാവും. സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് മൈക്രോവേവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് ചൂട് പോകണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂട് പോയിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കുക്കീസിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒലിച്ചു പോകാതിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് ഇതിൽ ഉള്ളിൽ ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റൊരു കുക്കീസ് കൊണ്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒരേ ഷേപ്പിൽ വന്നാൽ മാത്രമേ നന്നായിട്ടൊരു കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവൂ. അപ്പോൾ എല്ലാ കുക്കീസിലും ഇതേപോലെ തന്നെ ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോക്കോ പൈ കഴിക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നല്ല ടേസ്റ്റിലാണ് ഈ ഒരു ചോക്കോ പൈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പാലിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. തിളപ്പിച്ചിട്ടൊന്നുമില്ല, തണുത്ത പാല് തന്നെയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ഇതേപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുതിർന്നു പോകരുത് ഈ കുക്കീസ്, ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ചോക്ലേറ്റ് ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. 2 സൈഡും എല്ലാ സൈഡും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം ചോക്ലേറ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ഗ്രാം ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു 5 കുക്കീസിലേക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ മുങ്ങിയിട്ട് ഡിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു 200 ഗ്രാം ചോക്ലേറ്റ് എടുത്താൽ മതി. എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസിനൊക്കെ എടുക്കാവുന്നതാണ്. ഈ കുക്കീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്കോ പൈ ഒക്കെ വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ടൊരു ലൈൻസ് പോലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ലൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ചിട്ട് നമ്മളിത് 2 ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് തന്നെ ഒന്ന് അങ്ങ് ഒലിച്ചു വെക്കോളും. എന്നിട്ട് നമ്മൾ പ്ലേറ്റ് വയ്ക്കുമ്പോൾ പ്ലേറ്റിലൊന്നും കൂടുതലായിട്ട് ചോക്ലേറ്റ് പോവില്ല. അതും ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങിങ്ങായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ലൈൻ ഇടുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ചോക്ലേറ്റിലെ എല്ലാ കുക്കീസും ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ ഈ പുറമേയുള്ള കോട്ടിങ്ങൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി, നന്നായിട്ട് സെറ്റായി കിട്ടും.
അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. കൂടുതൽ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ആ ചോക്ലേറ്റൊക്കെ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചോക്കോ പൈ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണുള്ളത്. ആ കുക്കീസൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്